ഈ അവാർഡുകൾ എന്ന് പറയുന്നത് ഭൂരിഭാഗം സമയത്തും ഭരിക്കുന്ന പാർട്ടിയുമായിട്ടും അവർ തിരഞ്ഞെടുക്കുന്ന ജൂറി അധ്യക്ഷനുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിപ്പോൾ കേന്ദ്രമായാലും കേരളമായാലും പണ്ട് കാലങ്ങളിലും ആ ഒരു ആശയപരമായ ചായ്വ് അവിടെ ഉണ്ടാവാറുണ്ട്. പ്രിയദർശൻ ജൂറി ചെയർമാൻ ആയിരുന്ന കാലത്ത് അക്ഷയ് കുമാറിന് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിരുന്നു. ഭാഗ്യരാജ് ജൂറി ചെയർമാൻ ആയിട്ടുള്ള അവാർഡ് കമ്മിറ്റി വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന സിനിമയിലെ അഭിനയത്തിന് ദിലീപിന് മികച്ച നടനുള്ള പുരസ്കാരം കൊടുത്തിരുന്നു. അല്ലു അർജുനും ഷാറുഖ് ഖാനും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ലഭിച്ച അവാർഡുകൾ അടക്കം നമ്മളിൽ പലർക്കും ഇതൊക്കെ ഒരു അവാർഡ് കിട്ടാൻ മാത്രം ഉണ്ടോ എന്ന് തോന്നിക്കുന്ന പല പെർഫോമൻസുകൾക്കും ഇത്തരത്തിൽ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന അവാർഡുകൾക്ക് ഈ ഒരു അവാർഡിന്റെ ഒരു വില ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ അതിലൂടെ ചില ഏകാധിപത്യപരമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ പറയാൻ ശ്രമിക്കുന്നത് പോലെയുള്ള ഒരു സ്വഭാവം വന്നു തുടങ്ങിയിട്ടുണ്ട്. ദേശീയ അവാർഡ് എന്ന് പറയുന്നത് ആ ഒരു വർഷത്തേക്ക് മാത്രം വാലിഡിറ്റി ഉള്ള ഒരു സംഗതിയല്ല. നിങ്ങളൊരു സിനിമയ്ക്ക് ഒന്നോ അതിലധികമോ അവാർഡുകൾ കൊടുക്കുമ്പോൾ ചന്തു സലീംകുമാർ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞതുപോലെ ഭാവിയിൽ ആ സിനിമ അറിയപ്പെടുക 2 നാഷണൽ അവാർഡ് നേടിയ സിനിമ എന്ന രീതിയിലൊക്കെ ആയിരിക്കും. ഏത് സാഹചര്യത്തിൽ ഏതൊക്കെ കാറ്റഗറിയിലാണ് ആ സിനിമയ്ക്ക് അവാർഡ് കൊടുത്തത് എന്നതൊന്നും അവിടെ വിഷയമാകില്ല. പോരാത്തതിന് ഒന്നോ അതിലധികമോ നാഷണൽ അവാർഡ് കിട്ടിയ സിനിമ എന്ന് പറയുമ്പോൾ ആ സിനിമ പ്രതിപാദിക്കുന്ന വിഷയം സത്യസന്ധമാണ് എന്നൊരു പ്രതീതി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് കേരളം മൊത്തം റിജക്ട് ചെയ്ത കേരള സ്റ്റോറി എന്ന സിനിമയിൽ പറയുന്ന ക്ലെയിമുകൾ ഫിക്ഷനാണ് എന്ന് എഴുതി വെക്കണമെന്ന് കോടതി നിർദ്ദേശിച്ച സിനിമ, യഥാർത്ഥ കഥയാണ് എന്ന രീതിയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പരാമർശിച്ച സിനിമ 2 ദേശീയ പുരസ്കാരങ്ങൾ നേടിയത്. കേരളത്തെക്കുറിച്ച് അറിയാത്തവരിൽ ഒരു തെറ്റിദ്ധാരണ പടർത്തിക്കാനുള്ള ആ സിനിമയുടെ ലക്ഷ്യത്തിന് കൂടുതൽ പിന്തുണ കൊടുക്കുകയാണ് അങ്ങനെ ഒരു സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുന്നതിലൂടെ ഭരണകൂടം ചെയ്യുന്നത്. കാസർഗോഡിനെ മൂന്നാർ പോലെ കാണിച്ച സിനിമാറ്റോഗ്രാഫിക്കാണ് അവാർഡ് കൊടുത്തിട്ടുള്ളത് എന്ന കാരണമൊന്നും ആ ഒരു അവാർഡ് കാരണം കേരളം പോലെ ഒരു സംസ്ഥാനത്തിനുണ്ടാകുന്ന കൾച്ചറൽ ഡാമേജിന് പരിഹാരമാവില്ല. പറഞ്ഞു വരുന്നത് ഇത്തവണത്തെ ദേശീയ അവാർഡുകളെ കുറിച്ചാണ്. ഭരിക്കുന്നവരെ പ്രീണിപ്പിക്കുന്നവർക്ക് അവാർഡ് എന്ന് പറയുന്ന പരിപാടി പണ്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ വന്ന് ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ പകൽ വെളിച്ചത്തിലാണ് ഈ ഒരു ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ ഇപ്പോൾ നടക്കുന്നത്. 2 രീതിയിലാണ് ഇത്തവണയും അവാർഡുകൾക്ക് മേൽ സംശയത്തിന്റെ നിഴൽ വരുന്നത്. ഒന്നാമത്തേത് ഏറ്റവും പ്രകടമായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങൾ. മികച്ച സിനിമ, മികച്ച നടി, മികച്ച സംഗീത സംവിധാനം എന്നിവയടക്കം 3 അവാർഡുകളാണ് ആർട്ടിക്കിൾ 370 എന്ന സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്തിന്റെ കഴിഞ്ഞ ഒരു 5 വർഷത്തിലെ സുപ്രധാനമായ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ ഭരിക്കുന്ന ഗവൺമെന്റിന് കാര്യമായിട്ടുള്ള ഒരു പ്രതിരോധം നേരിടേണ്ടി വന്ന ഒരു വിഷയമായിരുന്നു ജമ്മു കാശ്മീരിന് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 370 കൊടുത്തിരുന്ന പ്രത്യേക സ്റ്റാറ്റസ് എടുത്തു മാറ്റാനുള്ള തീരുമാനം. ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യേണ്ടിയിരുന്ന നടപടിക്രമങ്ങളെ അതിസാമർത്ഥ്യം ഉപയോഗിച്ചുകൊണ്ട് ബൈപ്പാസ് ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ രീതികൾ വലിയ രീതിയിൽ വിമർശനത്തിന് കാരണമായിരുന്നു. ഈ മൊത്തം വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളെയും അവർ അത് നീക്കം ചെയ്യാൻ പറഞ്ഞ കാരണങ്ങളെയും തന്നെയായിരുന്നു ഈ സിനിമയും പ്രൊജക്ട് ചെയ്തത്. കറക്റ്റ് ഇൻഫർമേഷൻ ആണ് എന്ന രീതിയിൽ പ്രധാനമന്ത്രിയിൽ നിന്ന് ഫ്രീ പ്രൊമോഷൻ പടത്തിന് കിട്ടിയെങ്കിലും പടത്തിന്റെ നിർമ്മാതാവിന് പടം ഫുള്ളി ഫാക്ച്വൽ അല്ല എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. 2024 ജൂണിൽ നടന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സോഫ്റ്റ് പ്രൊപ്പഗണ്ട സിനിമ എന്ന രീതിയിൽ പല കോണുകളിൽ നിന്നും വിമർശനം നേരിട്ട ഒരു സിനിമ തന്നെയാണ് ആർട്ടിക്കിൾ 370. വളരെയധികം വാദപ്രതിവാദങ്ങൾക്ക് കാരണമായിട്ടുള്ള ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന വിഷയത്തിൽ എന്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാട് ഒരുപക്ഷെ പൂർണ്ണമായിട്ടും വ്യത്യാസമുള്ളതായിരിക്കും. പക്ഷേ ഒരു സൈഡിൽ നിന്നും മാത്രം കഥ പറയുന്ന ഒരു സിനിമയ്ക്ക് അവാർഡുകൾ വാരിക്കോരി കൊടുക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ സിനിമയിൽ പറയുന്നതെല്ലാം സത്യമാണ് എന്നൊരു പ്രതീതി സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ആരെങ്കിലും ആ സിനിമ കണ്ടിട്ടുണ്ടോ, അതിൽ ശരിക്കും നടന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ സിനിമ വസ്തുതകളെ വളച്ചൊടിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുകയാണ് ഇതുപോലെയുള്ള അവാർഡുകൾ. ഈ വർഷം തുടക്കത്തിൽ നോട്ട് നിരോധനത്തിന്റെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തിയ ദുരന്തർ 2 നിർമ്മിച്ച അതേ നിർമ്മാതാക്കൾ തന്നെയാണ് ആർട്ടിക്കിൾ 370 ഒരുക്കിയിട്ടുള്ളത് എന്നത് വലിയ ഞെട്ടലൊന്നും തോന്നിക്കാത്ത ഒരു കോയിൻസിഡൻസ് ആണ്. അതുപോലുള്ള മറ്റൊരു എൻട്രിയാണ് മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമ. ബ്രിട്ടീഷുകാരോട് താൻ ഒരിക്കലും മാപ്പ് പറയില്ല എന്ന് പറഞ്ഞ സ്വതന്ത്ര വീർ സവർക്കറിന്റെ ബയോപിക് സംവിധാനം ചെയ്ത രൺദീപ് ഹൂഡയ്ക്കാണ് ആ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യ മഹാരാജ്യത്ത് വേറെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും മികച്ച നവാഗത സംവിധായകനാകാനുള്ള വേറെ ഇതിലും മികച്ച എൻട്രികൾ ഒന്നും വന്നിട്ടില്ല എന്നത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. മഹേഷ് മഞ്ജരേക്കർ ആദ്യം സംവിധാനം ചെയ്യേണ്ടിയിരുന്ന ഈ സിനിമ തിരക്കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വിയോജിപ്പുകൾ കാരണം അദ്ദേഹം പിന്മാറുകയും ആ സാഹചര്യത്തിൽ രൺദീപ് ഹൂഡ സംവിധാന പണി ഏറ്റെടുക്കുകയുമായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. വേണ്ടത് വേണ്ട പോലെ ചേർത്താൽ ബോക്സ് ഓഫീസ് വിജയം നേടിയില്ലെങ്കിലും 3 ലക്ഷം രൂപ വിലമതിക്കുന്ന നവാഗത സംവിധായകനുള്ള നാഷണൽ അവാർഡ് എന്തായാലും ലഭിക്കുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതുപോലെ പൊളിറ്റിക്കലി പതപ്പിച്ചിട്ടുള്ള മറ്റൊരു അവാർഡ് ഉള്ളത് നോൺ ഫീച്ചർ വിഭാഗത്തിലാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നതിനെക്കുറിച്ച് ഒരു നോൺ ഫീച്ചർ സംവിധാനം ചെയ്ത ആനന്ദ് എൽ റോയ്ക്ക് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആനന്ദ് എൽ റോയിയുടെ അവസാന സിനിമ പലരും കണ്ടിട്ടുണ്ടാവും. PhD എടുക്കുന്നവരെ കൊഞ്ഞനം കുത്തിയ തേരെ ഇഷ്കമേ ആയിരുന്നു ആ പടം. കാന്താരിയുടെ കലിപ്പനായിട്ട് ആ സിനിമയിൽ വന്ന ധനുഷിന് ഇത്തവണ 2 അവാർഡുകൾ ലഭിക്കുന്നുണ്ട്. പ്രത്യേക പരാമർശം ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമയ്ക്ക് കിട്ടിയപ്പോൾ പുള്ളി സംവിധാനം ചെയ്ത റായൻ എന്ന സിനിമ മികച്ച തമിഴ് സിനിമയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്.
വിജയ് ഫാൻസ് അസോസിയേഷനെ രാഷ്ട്രീയ പാർട്ടി ആക്കിയതുപോലെ ധനുഷും സമാനമായ നീക്കം നടത്താൻ പോകുന്നുവെന്ന് ഈ അടുത്ത് ചില വാർത്തകളിൽ വന്നിരുന്നു. ആ പാർട്ടിയുടെ ചായ്വ് എങ്ങോട്ടായിരിക്കും എന്നറിയാൻ ഇപ്പോൾ ഒരു കൗതുകം തോന്നുന്നുണ്ട്. നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തിൽ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ അയൽ രാജ്യത്തെ വെറുക്കുക എന്നായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. രാജ്യത്തിനുള്ളിലുള്ള സിസ്റ്റത്തിനുള്ളിലുള്ള പ്രശ്നങ്ങൾക്കെതിരെ നിന്നാൽ അവരെല്ലാവരും രാജ്യദ്രോഹികളാവുകയാണ്. ആ ഒരു അനുകൂല കാലാവസ്ഥ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഇത്തവണ ഗുണം ചെയ്തിട്ടുള്ളത് അമരൻ എന്ന തമിഴ് സിനിമയ്ക്കാണ്. മികച്ച സംവിധായകൻ, മികച്ച എഡിറ്റർ, മികച്ച പശ്ചാത്തല സംഗീതം എന്നിങ്ങനെ 3 അവാർഡുകൾ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ അവാർഡ് നേടിയ 3 പേരും ആ അവാർഡിന് അർഹരല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഭരണത്തിലുള്ളവർ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന അജണ്ടകളുമായിട്ട് ചേർന്നു പോകുന്ന സിനിമകളിൽ മികച്ച വർക്ക് കാഴ്ചവെച്ചാലേ അവാർഡ് ലഭിക്കൂ എന്നൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നത് സിനിമ എന്ന ആർട്ട് ഫോമിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാര്യമല്ല. ഇനി പൂർണ്ണമായും ക്രാഫ്റ്റ് അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഞെട്ടിച്ചിട്ടുള്ള കുറച്ച് അവാർഡ് സെലക്ഷനുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേത് പുഷ്പ 2 തന്നെയാണ്. കാമാസക്തിക്ക് കൺട്രോൾ ഇല്ലാത്ത രക്തചന്ദന കച്ചവടക്കാരന്റെ കഥ പറയുന്ന സുകുമാരന്റെ സിനിമയിലെ ഏത് ഭാഗം കണ്ടിട്ടാണ്, എന്ത് നരേറ്റീവ് ബ്രില്യൻസ് കണ്ടിട്ടാണ് ജൂറിയിലിരിക്കുന്നവർക്ക് കിഷ്കിന്ധാകാന്ഡത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു തിരക്കഥയായിട്ട് ആ പടത്തെ തോന്നിയത് എന്നറിയാൻ അതിയായ താല്പര്യമുണ്ട്. കിഷ്കിന്ധാകാന്ഡത്തിന് തന്നെ കൊടുക്കണം എന്നല്ല പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ലാത്ത എത്രയോ സിനിമകൾ ആ വർഷം പല ഭാഷകളിലും വന്നിട്ടുണ്ടാകും. അതിനൊന്നും ഇല്ലാത്ത, കിഷ്കിന്ധാകാന്ഡത്തിനും ഇല്ലാത്ത എന്ത് മികവാണ് പുഷ്പയുടെ 2ാം ഭാഗത്തിന് തിരക്കഥ എന്ന ലെവലിൽ ഉണ്ടായിരുന്നത് എന്നറിയാൻ താല്പര്യമുണ്ട്. ChatGPT-യിൽ മുക്കിപ്പൊരിച്ചെടുത്ത് ഇന്നലെ വിളമ്പിയ സീംലെസ്ലി ബ്ലെൻഡിങ് ഒതന്റിക് പോർട്രയൽ ആ വിശദീകരണം അല്ല ചോദിക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടാൽ അവാർഡ് കിട്ടുമെന്നാണോ അതോ ഒതന്റിക് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടാൽ അവാർഡ് കിട്ടുമെന്നാണോ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് എന്നത് വസ്ത്രാലങ്കാര അവാർഡ് കണ്ടപ്പോൾ മനസ്സിലാകുന്നില്ല. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം 2024 അതിന്റെ കഴിഞ്ഞ 2-3 ദശാബ്ദ കാലത്തിലെ ഏറ്റവും മികച്ച വർഷങ്ങളിൽ ഒന്നായിരുന്നു. ഇറങ്ങിയ 200-നടുത്ത് സിനിമകളിൽ 25 എണ്ണവും ഹിറ്റായ ആ വർഷം ഇന്ത്യയിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഫിലിം ഇൻഡസ്ട്രി നമ്മുടേതായിരുന്നു. എന്നാൽ അവാർഡിലേക്ക് വരുമ്പോൾ ഈ ഒരു അനുവാദം നമുക്ക് അവിടെ കാണാൻ സാധിക്കുകയില്ല. മൊത്തത്തിൽ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ മികച്ച നടൻ, മികച്ച സിനിമാറ്റോഗ്രാഫി, മികച്ച പിന്നണി ഗായിക, പിന്നെ മികച്ച മലയാളം സിനിമ എന്നിങ്ങനെ 4 അവാർഡുകളാണ് മലയാളത്തിന് ലഭിച്ചിട്ടുള്ളത്. ED വരെ അന്വേഷിക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ആ സിനിമയ്ക്ക് അവാർഡുകൾ ഒന്നും തന്നെ ലഭിക്കാത്തതിന് കാരണമായിട്ട് പറയപ്പെടുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കുമ്പോഴുള്ള ചാലഞ്ചുകളെല്ലാം മനസ്സിലാക്കി അത് ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഷഹനാദ് ജലാൽ തീർച്ചയായിട്ടും അവാർഡ് അർഹിക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ കാര്യത്തിൽ പിന്നെ എല്ലാ ചേരിയിലുമുള്ളവർക്ക് എതിരഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരുപക്ഷെ ഇത്തവണത്തെ അവാർഡുകളിൽ ആരുടെയും നെറ്റ് ചുളിയാത്ത ഒരേ ഒരു അവാർഡ് പുള്ളിക്ക് ലഭിച്ച 4ാം നാഷണൽ അവാർഡ് തന്നെയായിരിക്കും. പറയാനുള്ള രാഷ്ട്രീയത്തെ എല്ലാവർക്കും ആക്സസിബിൾ ആകുന്ന രീതിയിൽ ലളിതമായിട്ട് അവതരിപ്പിച്ച ഫെമിനിച്ചി ഫാത്തിമ വീണ്ടും വാർത്തകളിൽ നിറയുന്നത് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ വർഷം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് വൈക്കം വിജയലക്ഷ്മി പാടിയ അങ്ങ് വാനക്കോണില് എന്നത്. സത്യം പറഞ്ഞാൽ മികച്ച വരികൾക്കുള്ള അവാർഡ് കൂടി ഒരുപക്ഷെ ആ പാട്ട് അർഹിച്ചിരുന്നു. തമിഴിൽ നിന്ന് രായനും ക്യാപ്റ്റൻ മില്ലർക്കും അമരനും ഒക്കെ അവാർഡുകൾ ലഭിച്ചപ്പോൾ ദേശീയ അവാർഡ് കമ്മിറ്റിയെങ്കിലും വേണ്ട രീതിയിൽ പരിഗണിക്കുമെന്ന് വിചാരിച്ച മെയ്യഴകന് സൗണ്ട് ഡിസൈനിൽ ഒരു സ്പെഷ്യൽ മെൻഷനിൽ ഒതുങ്ങേണ്ടി വന്നു. കഴിഞ്ഞ 2-3 വർഷമായിട്ട് വരുന്ന അവാർഡുകളുടെ ഒരു പൊതു സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ വ്യക്തമാകുന്ന ഒരു സംഗതി, ചരിത്രം തിരുത്തിക്കുറിക്കുന്നതിലേക്കുള്ള മറ്റൊരു ടൂളായിട്ട് ഈ അവാർഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ്. ഇനി മുതൽ അങ്ങോട്ടുള്ള അവാർഡുകളിൽ കേട്ടാൽ ചിരി വരുന്ന അല്ലെങ്കിൽ തലയിൽ കൈവയ്ക്കാൻ തോന്നുന്ന തരം പ്രീണന പ്രോത്സാഹന സമ്മാനങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്നതായിരിക്കും. അത്തരം സിനിമകൾ ചീറ്റുന്ന വിഷത്തിന്റെ അളവ് കുറവായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കാനേ അതിന്റെ കൂടെ അർഹമായിട്ടുള്ള അവാർഡ് വാങ്ങുന്നവർക്ക് പറ്റുകയുള്ളൂ. 2025-ലെ ദേശീയ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ദുരന്തർ സിനിമയ്ക്ക് എത്ര അവാർഡുകൾ ഏതൊക്കെ വിഭാഗത്തിൽ ലഭിക്കുമെന്ന നിങ്ങളുടെ പ്രഡിക്ഷൻ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ. അവാർഡ് നിർണ്ണയിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് പിന്നെയും നോക്കാം.